ഹൈറിച്ച് കമ്പനി ഉടമകളുടെ വീടുകളിലും ഓഫീസുകളിലും ഇ.ഡി. റെയ്ഡ്. ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസ് പ്രതികൾ നടത്തിയ ബിറ്റ്കോയിൻ ഇടപാടുകൾ ഇ.ഡി. പരിശോധിച്ചു. ഓൺലൈൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയാണ് ഹൈറിച്ച്. 100 കോടി രൂപയോളം ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്നാണ് പരാതി. മുൻ എം.എൽ.എ. അനിൽ അക്കരയാണ് പരാതിക്കാരൻ. 3000 പേരിൽ നിന്നും 5 ലക്ഷം രൂപ വീതം വാങ്ങി സ്വരൂപിച്ച 180 കോടി രൂപയുടെ ഇടപാടുകളാണ് ഇ.ഡി. പ്രധാനമായും പരിശോധിക്കുന്നത്. ഇതിൽ 100 കോടി രൂപയാണ് ഹവാല ഇടപാടുകൾ വഴി വിദേശത്തേക്ക് കടത്തിയത്. ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ഇടപാടുകളിലും ഹൈറിച്ച് ഉടമകൾ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. UK ആസ്ഥാനമായി കമ്പനി രജിസ്റ്റർ ചെയ്താണ് ഈ ഇടപാടുകൾ നടത്തിയത്. ഇക്കാര്യങ്ങൾ ഇ.ഡി. വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇ.ഡി. പരിശോധന ആരംഭിച്ചതോടെ ഉടമകളായ കെ.ഡി. പ്രതാപനും ശ്രീനയും മുങ്ങിയതായാണ് സംശയം. ഓഫീസിൽ ഇ.ഡി. ഉദ്യോഗസ്ഥർ എത്തിയതറിഞ്ഞ് കണിമംഗലത്തെ വാടക വീട്ടിൽ നിന്ന് ഇവർ സ്ഥലം വിടുകയായിരുന്നുവെന്നാണ് വിവരം. ഹൈറിച്ച് ഓൺലൈനുമായി ബന്ധപ്പെട്ട് 1630 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്നാണ് പോലീസ് റിപ്പോർട്ട്. 1,63,000 ഉപഭോക്താക്കളിൽ നിന്നാണ് സ്ഥാപനം പണം തട്ടിയത്. ഓൺലൈൻ വ്യാപാരത്തിൻ്റെ പേരിൽ മണി ചെയിൻ രീതിയിൽ നിയമപരമല്ലാതെ നിക്ഷേപം സ്വീകരിക്കുകയായിരുന്നു കമ്പനി. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. കമ്പനിക്ക് കേരളത്തിലും പുറത്തുമായി 78 ശാഖകളും ഇന്ത്യയിലൊട്ടാകെ 680 ശാഖകളും ഉണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട്.